ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പത്രം വായിക്കാതെ UPSC പ്രിപ്പറേഷൻ നമുക്ക് നടത്താൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രിപ്പറേഷനിൽ പല ആളുകളും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും, പത്രം വായിക്കാൻ വേണ്ടി ഒരുപാട് സമയം അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയം ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളോ മറ്റുള്ളത് വേറെ എന്തെങ്കിലും പഠിക്കുന്നതിൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് പഠിക്കാൻ UPSCക്ക് വേണ്ടി മാത്രം പഠിക്കാൻ ചിലപ്പോൾ 5-6 മണിക്കൂറാണ് ഉണ്ടാവുക. അത് 2 മണിക്കൂറൊക്കെ അധികം പത്രത്തിന് വായിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അത്തരം ആളുകളും അതുപോലെ തന്നെ പത്രം വായിക്കാൻ മടിയുള്ള ആളുകളും അത് മുന്നോട്ട് പോകാത്ത ആളുകളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ്, പത്രം വായിക്കാതെ എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കത് വിശദമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് പത്രം വായിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതിൽ പത്രം വായിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വായിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ, ഓക്കെ, പ്രിപ്പറേഷൻ നമ്മൾ സഹായിക്കുന്ന ഘടകങ്ങൾ. അതിനുശേഷം ഇനി പത്രം വായിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അയാൾ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ഡീൽ ചെയ്യേണ്ടത്, പത്രം വായിക്കാതെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ UPSC പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠിക്കാൻ പറ്റുന്ന ഫൗണ്ടേഷൻ പ്ലസ് PCMന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെൻറ്ററെ സഹായത്തോടു കൂടി ഇത് മെൻറ്ററിങ് അടക്കം ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി അതല്ല മെൻറ്ററിങ് മാത്രമായിട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഓൾറെഡി മറ്റുള്ള സ്ഥലങ്ങൾ പഠിക്കുന്നത് സെൽഫായിട്ട് പഠിക്കുന്നത്, പക്ഷെ ഒരു മെൻറ്ററെ സഹായത്തോടു കൂടി പഠനം വ്യക്തമായ ട്രാക്കിലൂടെ ആക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയാനുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം പത്രം വായിക്കണം എന്ന് പറയുമ്പം അല്ലെങ്കിൽ പത്രം വായിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പത്രത്തിൽ നിന്ന് കിട്ടും, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് UPSC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനും അത് നമുക്ക് എന്താണ് പ്രിലിംസിലും മെയിൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനും അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താനും പറ്റുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇതിലൂടെ നടക്കും. കാരണം നമുക്ക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ സിസാറ്റ് പോലത്തെ പേപ്പറിൽ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പാരഗ്രാഫ് 25-ലധികം പാരഗ്രാഫ് തന്നിട്ട് അന്നൊക്കെ ഓരോ പാരഗ്രാഫ് ഓരോ ക്വസ്റ്റ്യനുള്ള രൂപത്തിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പാരഗ്രാഫുകൾ വരികയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വ്യത്യസ്തമായ ടോപ്പിക്കുകൾ വായിച്ച് ശീലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പീഡായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാൻ പറ്റണം. സബ്ജക്റ്റ് വായിക്കുന്ന പോലെ ആവണം എന്നില്ല അത്. ഇപ്പം UPSC പ്രിലിംസിൽ പലപ്പോഴും സിസാറ്റിലൊക്കെ ഓരോ പാരഗ്രാഫ് എന്ന് പറയുന്നവർ ഏതെങ്കിലും മാഗസിൻസിന്നോ പത്രന്നൊക്കെ എടുത്തുന്ന പാരഗ്രാഫ് ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് എപ്പോഴും ടൈമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറ് സിസാറ്റിൽ. ഓക്കെ, ആ ടൈമോട് കൂടി തന്നെ ആ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കോംപ്രഹെൻഷൻ കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ വായനാശീലം ഉണ്ടായിരിക്കണം. അത് പത്രം വായന ഏറ്റവും നല്ലതായിരിക്കും. കാരണം പത്രത്തിൽ ഒരു ദിവസം വരുന്ന വ്യത്യസ്ത ന്യൂസുകളായിരിക്കും. ആ ശീലം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ സിസാറ്റിനെ സ്വാഭാവികമായിട്ടും സഹായിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് നമുക്ക് പലപ്പോഴും വേണ്ടത് പല ഡയമെൻഷനിൽ ചിന്തിക്കാനും അനലിറ്റിക്കൽ വ്യൂ ആണ് വേണ്ടത്. ഓക്കെ, ഒരു ടോപ്പിക് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ദാരിദ്ര്യം, പ്രോവർട്ടി കൊണ്ട് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ എങ്ങനെ അത് ബുദ്ധിമുട്ടുന്നു നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പത്രം വായന ശീലമായി. കാരണം എസ്പെഷ്യലി എഡിറ്റോറിയൽ പേജിലും ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്കിനെ പല ഡയമെൻഷനിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും അയാൾ എഴുതുന്നുണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും അത് നമുക്ക് ആ വായന ഡെയിലി ഉണ്ടാവുകയും അത് നോട്ട് ചെയ്ത് വെച്ച് നമ്മളും അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ റൈറ്റിങ്ങിനും പല രൂപത്തിൽ ചിന്തിക്കാനും പല ഡയമെൻഷനിൽ ചിന്തിച്ചുകൊണ്ട് ആൻസർ എഴുതാനും പറ്റും. അത് മെയിൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആൻസർ കൂടുന്നതിന് സഹായിക്കും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇംഗ്ലീഷ് ഒരു പേപ്പർ ക്വാളിഫൈയിങ് പേപ്പർ വരുന്നുണ്ട് ഏത് മെയിൻസിൽ. അപ്പോൾ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ പത്രം വായനയൊക്കെ ശീലാക്കി കഴിഞ്ഞാൽ അത് അവരുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും സഹായിക്കും. അത് ഈവൻ നമ്മുടെ ഇൻ്റർവ്യൂവിന് വരെ നമുക്ക് എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സഹായിക്കും. ഇത്തരത്തിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ അനലിറ്റിക്കൽ വ്യൂ പല ഡയമെൻഷനിൽ ചിന്തിക്കാൻ വേണ്ടി പഠിക്കാനും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന് ആവശ്യമായ കാര്യങ്ങൾ കിട്ടാനും എന്ത് ചെയ്യും, പത്രം വായന സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പത്രം വായന പലപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പത്രം വായിക്കണം, പത്രം വായിക്കുകയാണെങ്കിൽ ഏത് വായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ഇനി ഒട്ടും സമയമില്ല, പത്രം വായിക്കാനൊക്കെ സമയമില്ല, പിന്നെ അത് നിവർത്തിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ പത്രം വായിക്കാൻ നേടാൻ പറ്റും. പത്രം വായിക്കാതെ നേടിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. പല ആളുകൾ ഇന്റർവ്യൂലൊക്കെ പറയുന്ന അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പത്രം വായിക്കാതെയാണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് പത്രം വായിക്കുന്നവരും ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, അതിൽ നമുക്ക് പത്രത്തിന് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് മെയിൻസിലും പ്രിലിംസിലോട്ടുമുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. എല്ലാ സബ്ജക്റ്റിലോട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് ഇത് പത്രം വായിക്കാതെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായാലും
പല ആളുകളും കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് ഇറക്കുന്നത് അവർ നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കറണ്ട് അഫയേഴ്സ് ഇറക്കുന്നുണ്ടാവുക. അത് നമുക്കും ഫോളോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പൊതുവെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയാറ് വിഷന്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയാലും അത് അവർ ഡെയിലി ഇടുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയാലും വീക്കിലി ഇടുന്നതായാലും മന്ത്ലി ഇടുന്നതായാലും ഇയർലി ഇടുന്നതായാലും നമുക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഫോളോ ചെയ്യുന്നുണ്ട്, അത് മതി. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാം. അത് പറ്റുമെങ്കിൽ അവർ ഡെയിലി ഇപ്പം വിഷന്റെ ഒക്കെ ആണെങ്കിൽ ഡെയിലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് അഫയേഴ്സ് അന്നത്തെ ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു PDF ഇടും. അത് ഫോളോ ചെയ്യാം. ഡെയിലി പത്രം വായിക്കേണ്ട ആവശ്യമില്ല, ഒരു അരമണിക്കൂർ ഇരുന്ന് അത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ 10-20 മിനിറ്റ് അത് വായിക്കാം. പിന്നെ വീക്കിലി ഉണ്ടെങ്കിൽ അത് വായിക്കുക, ഇല്ലെങ്കിൽ മന്ത്ലി മാഗസിൻസ് ഉണ്ടാവും. ഓരോ ആ മന്തിൽ വന്ന കറണ്ട് അഫയേഴ്സ് കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന മാഗസിൻസ്, അതിൽ തന്നെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ പഠിക്കാവുന്നതാണ്. പിന്നെ ഒരു വർഷത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ വർഷം പ്രിലിംസ് എഴുതാൻ പോകുന്ന ആളുകൾക്ക് PT 365 എന്നുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ് അതിൽ വരുന്നത്. ഓരോ സബ്ജക്റ്റിനും പൊളിറ്റി, എക്കോണമി അങ്ങനെ തുടങ്ങി ഓരോ സബ്ജക്റ്റിനും അവർ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഇയർലി ബേസിലുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആ വിഷൻ PT 365 ബേസ് ചെയ്തുകൊണ്ട് കാണാത്ത ആളുകളുടെ കാണാം. അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസും ഈ വിഷൻ PT 365 മെറ്റീരിയലും മന്ത്ലി മെറ്റീരിയലും വീക്ക്ലി മെറ്റീരിയലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊരു ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം ഈ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്രത്തിൽ നിന്ന് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് അവിടെ കവറാവും, ഒരു പ്രശ്നം അതിന് വരുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു റെഗുലർ ആയിട്ട് അത് ഫോളോ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് പത്രം വായിക്കുന്നവരാണെങ്കിലും ഈ കറണ്ട് അഫയേഴ്സ് വായിക്കണം. കാരണം പത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാ ഏരിയാസും ഒന്നും കവർ ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും ഇത് വായിക്കാനും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി എന്തായിരിക്കും, നന്നായിരിക്കും. ഓക്കെ, അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻസിൽ വരുന്ന ഇന്റർവ്യൂവിലും മെയിൻസിലൊക്കെ വരുന്ന ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും അതിലേക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പഠിക്കാൻ വേണ്ടി സിസാറ്റിന്റെ ഭാഗമായിട്ട് ഡെയിലി കുറച്ച് സമയം കൊടുത്ത് അത് ബുദ്ധിമുട്ടാകൂല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ആ പ്രശ്നവും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കാൻ ഒരിക്കലും നടക്കൂല എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഈ ഒരു കാര്യം എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ പത്രം വായിക്കാൻ സമയം കിട്ടുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ദിവസവും അധികമൊന്നും വേണമെന്നില്ല, 1 മണിക്കൂറെങ്കിലും പത്രം വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ അനലിറ്റിക്കൽ വ്യൂവിലും നോളജ് ലെവലിലും അവയർനെസ്സിലും പിന്നെ കറണ്ട് അഫയേഴ്സിനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പല ഡയമെൻഷനിൽ ചിന്തിക്കാനും നല്ല വെറൈറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സമയം കിട്ടുന്ന ആളുകൾ നിർബന്ധമായിട്ടും പത്രം വായിച്ചുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ഒരിക്കലും സമയം കിട്ടാത്ത ആളുകൾ അതുമായി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ ഈ രീതിയിൽ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ള വീഡിയോസിൽ ഓരോ സബ്ജക്ട്സും നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് വായിക്കേണ്ടത് എന്നുള്ള വിശദ വിവരങ്ങളുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ് യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിലിംസ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, മെയിൻസിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. കാണാത്ത ആളുകൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറഞ്ഞ ഫീസിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഏകദേശം 45,000 രൂപ വരുന്ന പ്രോഗ്രാം. ഒരു പുതിയ ബാച്ചിലോട്ട് സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായിട്ട് 10,000 രൂപക്കും മെൻറ്ററിങ്ങോട് കൂടിയാണെങ്കിൽ 16,000 രൂപക്കും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വെള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും